13,200 കോടി ഉറുപ്പിക അദാനി കൊണ്ടുപോവുകയാണ്. ഇതെന്താ അദാനിക്ക് ഒത്താശ ചെയ്യാൻ കേരളം ഒരു BJP സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. സമർത്ഥയായ ഒരു കുളക്കോഴി അതിബുദ്ധി കാട്ടി എല്ലാവരും കാണുന്ന സ്ഥലത്ത് മുട്ടയിട്ട് നടത്തിയ കൺകെട്ട് വിദ്യയെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വെറുതെ പറഞ്ഞ ഞാൻ അതുപോലത്തെ നോണയൊക്കെ പറയും. ആളിതാണ്. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. കക്കാൻ പോകുമ്പോൾ വീട്ടുകാരെല്ലാം നല്ല ഉറക്കം പിടിക്കുന്ന സമയത്ത് പോകണം. സമർത്ഥയായ ഒരു കുളക്കോഴി അതിബുദ്ധി കാട്ടി എല്ലാവരും കാണുന്ന സ്ഥലത്ത് മുട്ടയിട്ട് നടത്തിയ കൺകെട്ട് വിദ്യയെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വെറുതെ പറഞ്ഞ ഞാൻ അതുപോലത്തെ നോണയൊക്കെ പറയും. ആളിതാണ്. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. കഥയുടെ സാരാംശം ഇങ്ങനെയാണ്. വിഴിഞ്ഞം തുറമുഖത്തിൽ പങ്കാളിയായ അദാനിയുടെ AVPPL അവരുടെ 49% ഓഹരി ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് കോൺഗ്ലോമറേറ്റ് ആയ MSCക്ക് വിൽക്കുന്നു. സംസ്ഥാന സർക്കാർ അറിയാതെ. നിയമസഭയിൽ ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിക്കുന്നു. ഭയങ്കര സംഭവമൊന്നുമല്ല, പക്ഷെ പത്രത്തിലൂടെയാണ് അറിഞ്ഞത് എന്ന് മുഖ്യമന്ത്രി. ഭയങ്കര കുഴപ്പമാണെന്നുള്ളതല്ല. ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? ഈ ചോദ്യം ഉന്നയിച്ചത് പിണറായി വിജയനല്ല. BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? സംശയം വരും. ദ ഹിന്ദു ഗ്രൂപ്പിലെ ബിസിനസ് പത്രമായ ദ ബിസിനസ് ലൈൻ പറയുന്നത് ഇങ്ങനെയാണ്. MSC ഗ്രൂപ്പിന് ഷെയർ വിൽക്കുന്നത് VD സതീശന്റെ സ്വന്തം പദ്ധതിയായ മിഷൻ സമുദ്രയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ആഗോള സമുദ്ര വ്യാപാര ഭൂപടത്തിൽ കേരളത്തെ എത്തിക്കുന്നതിനാണ്. ഒരു ലിസ്റ്റഡ് കമ്പനി എന്ന നിലയിൽ അദാനി ഗ്രൂപ്പിന് സെബിയെ അറിയിക്കുന്നതിന് മുമ്പ് മറ്റൊരാളോടും പറയാനാകില്ല എന്നാണ് അദാനിയുടെ വിശദീകരണം. അതായത് VD സതീശനോട് അനൗപചാരികമായി അദാനി ഇക്കാര്യം പറഞ്ഞിരുന്നു എന്ന് വ്യക്തം. ഏതായാലും വൈകിയാണെങ്കിലും അദാനി സംസ്ഥാന സർക്കാരിനൊരു കത്ത് നൽകിയിരിക്കുന്നു. കത്ത് പരിശോധിക്കാൻ ഒരു ഉന്നതതല സമിതിയെയും VD സതീശൻ നിയോഗിച്ചിരിക്കുന്നു. അതിന്റെ ആദ്യത്തെ പരിശോധന M1 കമ്മിറ്റി നടത്തി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും തുറമുഖ വകുപ്പിന്റെ കയ്യിലേക്ക് വരും. തുറമുഖ സെക്രട്ടറി രത്തൻ കേരക്കർ പരിശോധിക്കും. രത്തൻ കേരക്കർ പരിശോധിച്ചിട്ട് തുറമുഖ മന്ത്രി ശ്രീ VD സതീശൻ കൊടുക്കും. തുറമുഖ മന്ത്രി പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രി VD സതീശൻ കൊടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറി രത്തൻ കേരക്കർ കൊടുക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ധനപരമായ ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കലായിരിക്കും. അപ്പൊ മുഖ്യമന്ത്രി നേരെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ VD സതീശൻ കൊടുക്കും. ധനകാര്യ വകുപ്പ് അത് പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രി VD സതീശൻ കൊടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ അത് പരിശോധിച്ചിട്ട് നിയമവകുപ്പ് മന്ത്രി VD സതീശൻ കൊടുക്കും. നിയമവകുപ്പ് മന്ത്രി VD സതീശൻ പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രി VD സതീശൻ കൊടുക്കും. മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി രത്തൻ കേരക്കർ കൊടുക്കും. പ്രതിപക്ഷ നേതാവ് ആയിരിക്കവേ തന്നെ VD സതീശൻ ചില വകുപ്പുകൾ കണ്ടുവച്ചിരുന്നു. കെട്ടുകണക്കിന് പണമുള്ള ഡീലുകളുള്ള വകുപ്പുകൾ. ധനവകുപ്പിൽ നിന്ന് ബക്കാഡി ഡീൽ, തുറമുഖ വകുപ്പിൽ നിന്ന് അദാനി ഡീൽ. ഇവയ്ക്ക് കുടപിടിക്കാൻ നിയമവകുപ്പും പൊതുഭരണ വകുപ്പും. യഥാർത്ഥത്തിൽ അദാനിയല്ല കള്ളൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കള്ളൻ. അദാനി കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടുകൂടി വലിയ മൂലധന നിക്ഷേപം നടത്തുകയാണ്. BJP സംസ്ഥാനങ്ങളിലെ മാത്രം ഖനനം 13.27 ലക്ഷം കോടിക്കാണ്. കേരളത്തിൽ വെറും 2,500 കോടി രൂപ മുതലിറക്കി 13,200 കോടി ഉറുപ്പിക അദാനി കൊണ്ടുപോവുകയാണ്. ഇതെന്താ അദാനിക്ക് ഒത്താശ ചെയ്യാൻ കേരളം ഒരു BJP സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. ഒരു ചോദ്യം, ഒറ്റ ചോദ്യം. അദാനിക്ക് ഒത്താശ ചെയ്യാൻ എത്ര കിട്ടി? കേന്ദ്ര സർക്കാർ ഡീലിമിറ്റേഷൻ ബിൽ പാസാക്കിയെടുക്കാൻ പോവുകയാണല്ലോ. മണ്ഡല പുനർനിർണയം നടക്കേണ്ട വർഷങ്ങളിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതല ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഒരു സംഘപരിവാറുകാരനാണ് എന്നാണ് KPCC ജനറൽ സെക്രട്ടറി പറയുന്നത്. 2 VC-മാരെ ആകെ നിയോഗിച്ചിട്ടുള്ളൂ, 2 പേരും സംഘപരിവാറുകാർ. 19 സെനറ്റ് അംഗങ്ങളെ ആകെ നിയോഗിച്ചിട്ടുള്ളൂ, 19 പേരും സംഘപരിവാറുകാർ. AG, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, അങ്ങനെ സംഘപരിവാറുകാരെ കൊണ്ട് തന്ത്രപ്രധാനമായിട്ടുള്ള എല്ലാ സ്ഥാനങ്ങളും നിറച്ചിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസുകാരുടെ തന്നെ വിലാപം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്?